ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബറായ ജോമോൻ തന്ന സ്റ്റോറിയാണേ. അപ്പോൾ തുടങ്ങിയാലോ. നൂർജഹാൻ തൻ്റെ പാദങ്ങളിൽ വന്ന് തഴുകി പോകുന്ന കായലിലെ ഓളങ്ങളിലേക്ക് നോക്കി നിൽക്കുകയാണ്. മുനിസിപ്പാലിറ്റി വക പാർക്കിൻ്റെ ഒരു സൈഡിൽ കായലാണ്. തീരം കരിങ്കല്ല് കൊണ്ട് കെട്ടി ടൈൽസ് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ആളുകൾക്കിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സിമൻറ്റ് ബെഞ്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നു. കായലിലേക്ക് ഇറങ്ങാൻ പടവുകളുണ്ട്. അതിലൊരു പടവിലാണ് നൂർജഹാൻ നിൽക്കുന്നത്. ചെറിയ ഓളങ്ങൾ അവളുടെ പാദങ്ങളെ നനയ്ക്കുന്നു. മീൻകുഞ്ഞുങ്ങൾ വിരലിൽ കടിക്കുമ്പോൾ ഇക്കിളിയാകുന്നു. കുറച്ചു നേരം അങ്ങനെ നിന്ന ശേഷം അവൾ സ്റ്റെപ്പ് കയറി ഒരു ബെഞ്ചിലിരുന്നു. പാർക്കിൽ തിരക്ക് തീരെയില്ല. ഉച്ച കഴിഞ്ഞ സമയമാണ്. വൈകുന്നേരം നല്ല തിരക്കുണ്ടാവും. ആസിഫിനോടും ഫിദയോടും ഒപ്പം പലതവണ ഈ പാർക്കിൽ വന്നിട്ടുണ്ട്. നൂർജഹാൻ്റെ മക്കളാണ് ഫിദയും ആസിഫും. ഫിദ 1 വർഷം മുമ്പ് വിവാഹിതയായി. ഭർത്താവ് മുനീറിനൊപ്പം മസ്കറ്റിലാണ്. രണ്ടാമത്തെ ആളാണ് ആസിഫ്, ഇപ്പോൾ +2. നൂർജഹാൻ അതിസുന്ദരി എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും സാമാന്യം നല്ലൊരു ചരക്ക് തന്നെയാണ്. നല്ല വെളുത്ത നിറം, 37 വയസ്സ് തോന്നിക്കാത്ത ശരീരം. പർദ്ദയും ഹിജാബും ധരിച്ചേ പുറത്തിറങ്ങും. പർദ്ദയ്ക്കുള്ളിൽ നല്ല ഷേപ്പുള്ള ശരീരം മറച്ചു വെച്ചിരിക്കുന്നു. വെളിയിൽ കാണുന്ന സ്വർണ്ണ കുലുസിട്ട പാദങ്ങൾ പോലും പലരുടെയും കൺട്രോൾ തെറ്റിക്കുന്നത് അവൾക്കറിയാം. 16 കഴിഞ്ഞപ്പോൾ തന്നെ ജമാൽ എന്ന ചാവക്കാടുകാരൻ നൂറയെ നിക്കാഹ് കഴിച്ചു. നല്ല മനുഷ്യൻ. ആദ്യ നാളുകളിൽ ചെറിയ പെണ്ണെന്ന പരിഗണന നൂറയ്ക്ക് ജമാൽ കൊടുത്തു. 1 വർഷം കഴിഞ്ഞ ശരിക്കുള്ള പണി തുടങ്ങിയത്. നൂറയെ എല്ലാ രീതിയിലും സുഖിപ്പിക്കാൻ മിടുക്കനായിരുന്നു ജമാൽ. 18 തികഞ്ഞപ്പോൾ തന്നെ ഫിദ ജനിച്ചു. 2 വർഷത്തിനുള്ളിൽ ആസിഫും. മാർക്കറ്റിൽ പച്ചക്കറി ഹോൾസെയിൽ കച്ചവടം നടത്തിയിരുന്ന ജമാൽ 2 പെട്ടതോടെ മതാലസയായി മാറിയ നൂറയെ എല്ലാ രീതിയിലും കൊതി തീർത്തുകൊണ്ടിരുന്നു. പക്ഷേ 6 വർഷമേ ആ ദാമ്പത്യം നീണ്ടുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയുമായിട്ട് വരുമ്പോൾ കുമളിയിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ എല്ലാം തീർന്നു. ജമാലിൻ്റെ മരണം നൂർജഹാനെ വല്ലാതെ ബാധിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ മറ്റൊരു വിവാഹത്തിന് ബന്ധുക്കൾ നിർബന്ധിച്ചെങ്കിലും നൂറ അതിന് സമ്മതിച്ചില്ല. അന്ന് കേവലം 24 വയസ്സ് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവളുടെ സമുദായത്തിലെ ചിലരെങ്കിലും 2ാമത്തെയോ 3ാമത്തെയോ ഭാര്യയായി അവളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. നൂറ അതിന് നിന്നുകൊടുത്തില്ല. വീട്ടിൽ നിന്നും കിട്ടിയ സ്വത്തും ജമാലിൻ്റെ സമ്പാദ്യങ്ങളും അവൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ ധാരാളമായിരുന്നു. വീട്ടിൽ നിന്നുള്ള പരിഗണനയും അടുപ്പവുമൊക്കെ ഉപ്പയുടെയും ഉമ്മയുടെയും മരണത്തോടെ നിലച്ചെങ്കിലും ഏതവസ്ഥയും നേരിടാനുള്ള ധൈര്യവും ചങ്കുറപ്പും അപ്പോഴേക്കും അവൾ നേടിയിരുന്നു. അവളെ ആകെ വിളിച്ചിരുന്ന കാര്യം കാമമാണ്. ശരീരം ആവശ്യപ്പെടുമ്പോൾ അത് നൽകാനാവാതെ നൂറ വല്ലാതെ വിഷമിച്ചു. ആരോഗ്യവും പുഷ്ടിയുമുള്ള ശരീരം വികാരാധിക്യത്താൽ ഉരുകി. തൻ്റെ കിളിപ്പെണ്ണിനെ സന്തോഷിപ്പിക്കുന്നത് ഒരു പരിധിവരെ സഹായിച്ചെങ്കിലും ആരോഗ്യവാനായ ഒരു പുരുഷൻ്റെ സാന്നിധ്യം അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ കൊതിച്ചു. സ്വയം സന്തോഷിപ്പിക്കുമ്പോഴും അവൾ പല സ്വപ്നങ്ങളും കണ്ടു. തൻ്റെ ഒരു നോട്ടം കണ്ട് എത്ര പുരുഷന്മാർ വേണമെങ്കിലും ക്യൂ നിൽക്കും എന്നവൾക്കറിയാഞ്ഞിട്ടല്ല. ഒരാൾക്ക് വാതിൽ തുറന്നു കൊടുത്താൽ അത് നാട്ടിൽ പാട്ടാകുമെന്ന് അവൾക്ക് ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വികാരങ്ങളെ ചിലതൊക്കെ കൊണ്ട് നിയന്ത്രിച്ച് നിർത്തി. പാർക്കിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നൂറ നോക്കുന്നുണ്ട്. അവൾ പ്രതീക്ഷിക്കുന്നത് മകൻ ആസിഫിനെയാണ്. കൂടെ മറ്റൊരാളും ഉണ്ടാകും. അവർ വരട്ടെ. അതുവരെ നമുക്ക് നൂറയുടെ ഓർമ്മകളിലേക്ക് പോകാം. ആസിഫ് 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. അതുവരെ ഉമ്മയും മക്കളും ഒരു മുറിയിൽ ഒരു കട്ടിലായിരുന്നു കിടപ്പ്. ആസിഫിനെ മാറ്റാൻ ഒരു കാരണവും ഉണ്ടായി. അന്ന് +1 പഠിക്കുന്ന ഫിദയുടെ ശരീര വളർച്ച നൂറയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഉദിച്ചുയരുന്ന സൂര്യൻ്റെ നിറം, ഏത് ഡ്രസ്സിലും എടുപ്പോടെ നിൽക്കുന്ന അങ്കലാവണ്യം, ആര് കണ്ടാലും കൊത്തിക്കൊണ്ടു പോകുന്ന അത്ര മുഞ്ചത്തി.
പലപ്പോഴും മകളുടെ വസ്ത്രങ്ങളൊക്കെ കഴുകാനെടുക്കുമ്പോൾ തന്നെ വെല്ലുന്നൊരു കാമദേവതയാണ് മകളെന്ന് നൂറയെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു. വാപ്പയെപ്പോലെ വികാരജീവി ആകാതിരിക്കുമോ മക്കള്? ഇനി ചെറുക്കം വളരുമ്പോൾ എങ്ങനെ ആവുമോ എന്തോ. നൂറ ചിലതൊക്കെ ചെയ്യുന്നത് പകൽ സമയത്തായിരുന്നു. മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആരെയും ഭയക്കാതെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. അതിനെരു കൂട്ടാൻ മൊബൈലിൽ ചില സൈറ്റുകളും അവൾ കണ്ടുവച്ചിരുന്നു. പക്ഷേ ഫിദയുടെ കാര്യമായിരുന്നു കഷ്ടം. വീട്ടിൽ അവൾക്കൊട്ടും പ്രൈവസി ഇല്ലായിരുന്നു. എപ്പോഴും അനുജൻ കൂടുണ്ടാകും, ഇല്ലെങ്കിൽ ഉമ്മ. ആകെ കിട്ടിയിരുന്നത് രാവിലെ കുളിക്കാൻ കയറുമ്പോൾ ബാത്റൂമിൽ ലഭിക്കുന്ന അല്പം സമയമാണ്. കൂടുതൽ താമസിച്ചാൽ ഉമ്മ വിളിക്കാൻ തുടങ്ങും. കിട്ടുന്ന സമയം കൊണ്ട് അവൾ തന്നാലാകുന്നതൊക്കെ ചെയ്യും. മകള് കൂടുതൽ സമയം കുളിക്കാൻ എടുക്കാൻ തുടങ്ങിയതോടെ നൂറയ്ക്ക് കാര്യം പിടികിട്ടി. പിന്നെ അവൾ മകളെ വിളിക്കാതായി. കഴിയുമ്പോൾ ഇറങ്ങി വരട്ടെ, ഇതിൻ്റെ ബുദ്ധിമുട്ട് തനിക്കും അറിവുള്ളതല്ലേ. ഒരു ദിവസം നൂറ മകൾ കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ നീ നന്നായി സമയമെടുത്താണല്ലോ കുളിക്കുന്നത്. ദിവസവും ഇങ്ങനെ സമയമെടുത്ത് കുളിക്കുന്നത് നല്ലതല്ല. വല്ലപ്പോഴും ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് വേണ്ടായിരുന്നു എന്ന് നൂർജഹാന് തോന്നിയത്. കാരണം താൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഫിദയ്ക്ക് മനസ്സിലായി എന്ന് അവളുടെ മുഖഭാവം പെട്ടെന്ന് മാറിയതിൽ നിന്ന് നൂറയ്ക്ക് പിടികിട്ടി. അന്ന് സ്കൂളിൽ നിന്നും വന്ന ശേഷം പതിവുള്ള സംസാരമോ തമാശ പറച്ചിലോ ഒന്നും ഫിദയിൽ നിന്നും ഉണ്ടായില്ല. ആസിഫ്, ഇത്താത്തക്ക് എന്തു പറ്റി ഉമ്മ എന്ന് ചോദിക്കുക പോലും ചെയ്തു. അങ്ങനെയാ ആസിഫിനെ മുറി മാറ്റി കിടത്താൻ നൂറ തീരുമാനിച്ചത്. അവൻ വേറെ മുറിയിലേക്ക് മാറിയ മകൾക്ക് കുറച്ചുകൂടി പ്രൈവസി കിട്ടുമല്ലോ എന്നും അവൾ ചിന്തിച്ചു. ആസിഫ് വേറെ മുറിയിലേക്ക് മാറിയതോടെ ഫിദയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി. ഫിദ തൻ്റെ ഉമ്മയെ കൂടുതൽ ശ്രദ്ധിക്കുന്നതും ആ മുറിയിൽ ആസിഫ് ഇല്ലാതെ വന്നതോടായിരുന്നു. രാത്രിയിൽ പരമാവധി ഉമ്മയോട് ഒട്ടിക്കിടക്കുവാൻ അവൾ ശ്രമിച്ചു. നൂറയുടെ കൂടെ ഒട്ടിക്കിടക്കുമ്പോൾ വല്ലാത്തൊരനുഭൂതി തനിക്ക് കിട്ടുന്നത് ഫിദ അറിഞ്ഞു. ഫിദയിൽ വരുന്ന മാറ്റങ്ങൾ നൂറ അറിയാതിരുന്നില്ല. ഫിദ തന്നോട് ഒട്ടിക്കിടക്കുമ്പോൾ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. പലപ്പോഴും ഉറക്കത്തിലെന്നോണം അതിര് ലംഘിക്കുന്നത് തടയാൻ അവൾ ശ്രമിച്ചില്ല. ഫിദയുടെ നിശ്വാസം ശരീരത്തിൽ ഏൽക്കുന്നത് എന്തോ ഒരു അനുഭൂതി തനിക്ക് നൽകുന്നതായി നൂറയ്ക്ക് തോന്നി. അരുതാത്ത ചിന്തകളാണ് മനസ്സിൽ ഉയരുന്നത് എന്ന് മനസ്സിലാക്കി മനസ്സിനെ നിയന്ത്രിക്കാൻ നൂറ പരമാവധി ശ്രമിച്ചു. പക്ഷേ രാത്രിയിൽ വീണ്ടും ഒഴിവാക്കാൻ ശ്രമിച്ച ചിന്തകൾ അവളെ കീഴ്പ്പെടുത്തും. ഫിദയും ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഉമ്മയിലും ഇത്തയിലും വന്ന മാറ്റങ്ങൾ ആസിഫ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയൊന്നും അവൻ അറിവില്ലായിരുന്നു. പക്ഷേ പഴയ പോലെയല്ല ഉമ്മ ഇത്തയോട് പെരുമാറുന്നത്. ഇടയ്ക്ക് രഹസ്യം പറഞ്ഞുള്ള ചിരി, താൻ അടുത്തെത്തുമ്പോൾ കൃത്രിമ ഗൗരവം നടിക്കുക, കൂട്ടുകാരികളെപ്പോലെ ഇടപെടുന്നു. ഇതൊക്കെ ആസിഫിന് പുതിയ കാഴ്ചകളായിരുന്നു. +2 കഴിഞ്ഞപ്പോഴാണ് ഫിദയ്ക്ക് മുനീറിൻ്റെ ആലോചന വന്നത്. ഒമാനിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നു. നാട്ടിൽ ഒരുപാട് സ്വത്തുക്കൾ, എല്ലാറ്റിനുപരി നല്ല ആരോഗ്യമുള്ള സുന്ദരൻ. പിന്നെ നൂറ വേറൊന്നും ആലോചിച്ചില്ല. അവരുടെ കാര്യത്തിൽ ഇടപെടാൻ മാത്രം ബന്ധമുള്ളവർ ആരും ഇല്ലായിരുന്നു താനും. ആ കല്യാണം നടന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫിദ മുനീറിൻ്റെ കൂടെ ഒമാനിലേക്ക് പറന്നു. ആസിഫ് +1 പഠിക്കുമ്പോഴാണ് ഫിദയുടെ കല്യാണം. മകൾക്ക് നല്ല ബന്ധം കിട്ടിയതിൽ നൂറ സന്തോഷിച്ചുവെങ്കിലും അവൾ പോയതോടെ വല്ലാത്തൊരു ഏകാന്തത നൂറയെ ബാധിച്ചു. ഇത്താ പോയതിനു ശേഷമുള്ള ഉമ്മയുടെ മൂകതയും സന്തോഷക്കുറവും ആസിഫ് ശ്രദ്ധിക്കാതിരുന്നില്ല. ഒരു ദിവസം അവൻ ചോദിക്കുകയും ചെയ്തു: ഉമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്തയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഉമ്മ ആകെ മാറിപ്പോയി. എന്തെങ്കിലും അസുഖമാണോ? എന്നോട് പറയാൻ മേലേ? ഇത്ത മാത്രമല്ലേ പോയത്, ഞാനില്ലേ ഇവിടെ? മകൻ്റെ ചോദ്യങ്ങൾ കേട്ട് നൂർജഹാൻ ആദ്യം അത്ഭുതമാണ് തോന്നിയത്. അവൻ വളർന്നിരിക്കുന്നു. എന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നു. നൂറ ആസിഫിനെ സൂക്ഷിച്ചു നോക്കി. ഒരു പുരുഷനാകാനുള്ള ലക്ഷണങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. മേൽചുണ്ടിലെ രോമങ്ങൾക്ക് കറുപ്പ് രാശി വീണിരിക്കുന്നു. താടിയിൽ അവിടെ എവിടെയും കറുത്ത രോമങ്ങൾ കാണാം.
ഈയിടെയായി കുറച്ച് ഉയരം വെച്ച പോലെ. ഇപ്പോൾ തൻ്റെ ഒപ്പം ഉയരമുണ്ട്. ഉമ്മ, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ? കേട്ടു. എനിക്കൊന്നുമില്ലടാ. ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്നവൾ പോയതിൻ്റെ ഒരു പ്രശ്നവാ. അത് കേട്ട് ആസിഫ് ഉമ്മയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, ഇത്ത പോയതുകൊണ്ടുള്ള വിഷമാണോ? എന്നായാലും ഇത്തയെ കെട്ടിച്ചു വിടേണ്ടതല്ലേ ഉമ്മ? ഞാനില്ലേ എൻ്റെ ഉമ്മയ്ക്ക്, ഞാൻ എങ്ങോട്ടും പോവില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആസിഫ് നൂറയുടെ തോളിൽ പിടിച്ച് സമാധാനിപ്പിച്ചു. അവളെ കെട്ടിച്ചു വിട്ടപ്പോൾ മകള് പോയി എന്ന ദുഃഖമല്ല തൻ്റെ പ്രശ്നം. എന്താണെന്ന് വ്യക്തമായി അവനോട് പറയാൻ പറ്റില്ലല്ലോ. നൂറയും ഫിദയും എപ്പോഴും ഫോൺ വിളികൾ ഉണ്ടായിരുന്നു. എല്ലാ രഹസ്യവും പറഞ്ഞ് അവൾ നൂറയെ രസിപ്പിച്ചുകൊണ്ടിരുന്നു. മുനീർ ഫിദയ്ക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞ് അവൾ സന്തോഷിച്ചു. അന്ന് രാത്രി ആസിഫ പറഞ്ഞത്, ഇനി മുതൽ ഉമ്മ ഒറ്റയ്ക്ക് കിടക്കണ്ട. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കും. ഒരിടവേളയ്ക്ക് ശേഷം മകൻ തൻ്റെ കൂടെ കിടക്കാമെന്ന് പറഞ്ഞതിൽ പ്രത്യേകിച്ചൊന്നും അപ്പോൾ നൂറയ്ക്ക് തോന്നിയില്ല. പക്ഷേ 1.5 വർഷം കൊണ്ട് മകനിലുണ്ടായ മാറ്റം അന്ന് രാത്രി നൂറയ്ക്ക് മനസ്സിലായി. അടുക്കളയിലെ ജോലികൾ കഴിഞ്ഞ് നൂറ ബെഡ്റൂമിലെത്തിയപ്പോഴേക്കും ആസിഫ് കിടന്നിരുന്നു. ഒരു ടീഷർട്ടും ഷോർട്ട്സും ധരിച്ച് കിടക്കുന്ന മകനെ കണ്ടപ്പോൾ ഒത്തൊരു പുരുഷൻ കിടക്കുന്നതായാണ് അവൾക്ക് തോന്നിയത്. മയങ്ങി തുടങ്ങി അവനെ ഉണർത്താതെ ബെഡിൻ്റെ ഒരു സൈഡിൽ അവളും കിടന്നു. അടുത്ത് കിടക്കുന്നത് ഫിദ ആയിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം നൂറ ആശിച്ചു പോയി. ഫിദയുമായി ഈ ബെഡിൽ കെട്ടിമറിഞ്ഞത് ഓരോന്നായി മനസ്സിലേക്ക് ഓടിയെത്തി. തല ചെരിച്ച് മകൻ്റെ നേരെ അവൾ നോക്കി. അടുത്ത് കിടക്കുന്നത് ഒരു പുരുഷനാണ്. ഇത്ര നാളും അവനെ ഒരു കുട്ടിയായേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അവൻ്റെ സംസാരമൊക്കെ ഒരു മുതിർന്ന ആളിനെ പോലെ ആയിരിക്കുന്നു. കല്യാണത്തിൻ്റെ തലേ രാത്രിയിൽ മകളോടൊപ്പം കിടന്ന കാര്യമാണ് നൂറ ഓർത്തുകൊണ്ട് കിടന്നത്. മുറിയിലേക്ക് കയറിയ ഉടനെ ഫിദ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മിച്ചി, എനിക്ക് കല്യാണമൊന്നും വേണ്ടായിരുന്നു. പിന്നെ നീ എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ച്? ഞാൻ ഇവിടെ നിന്നോളാം. നിനക്കിപ്പോൾ കല്യാണം കഴിക്കേണ്ട പ്രായമാ. 2 ദിവസം ഒരാണിൻ്റെ കൂടെ കിടക്കുമ്പോൾ ഈ അഭിപ്രായമൊക്കെ മാറിക്കോളും. എനിക്ക് നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ മതി. അത് നിനക്കറിയാത്തോണ്ടാ മോളെ. നമ്മൾ ഈ ചെയ്യുന്നതൊന്നുമല്ല യഥാർത്ഥ ത്രില്ല്. അതുമല്ല, നമ്മളെ എല്ലാ രീതിയിലും സംരക്ഷിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു സുഖമാണ്. അവൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ ഇഷ്ടങ്ങളും ചേർന്ന് പോയാൽ അതാ ഏറ്റവും വലിയ സുഖവും ഭാഗ്യവും. നിൻ്റെ ഉപ്പയും ഞാനും അങ്ങനെ ആയിരുന്നു. ഞാൻ മനസ്സിൽ കരുതുന്ന പോലെയൊക്കെ ഇരിക്കെ ചെയ്തു തരും. ഞാൻ തിരിച്ചും അങ്ങനെ തന്നെ. ഇക്കയുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കും. ആ ഭാഗ്യം പടച്ചോൻ എനിക്ക് നീട്ടി തന്നില്ല. ഭർത്താവിനെ പറ്റി പറഞ്ഞപ്പോൾ നൂർജഹാൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട് ഫിദ പറഞ്ഞു, ഉപ്പയില്ലെങ്കിലും ഉമ്മയ്ക്ക് ഞാനും ആസിയുമില്ലേ? ഉമ്മിച്ച് ഞാൻ പറയുന്ന കേൾക്കുമോ? പറയ്. ഞാൻ പോയാൽ ഉമ്മയും ആസിയും ഇവിടെ തനിച്ചാകില്ലേ? അതിന് അല്ല, നമ്മൾ തമ്മിലാകാമെങ്കിൽ ഉമ്മയ്ക്ക് ആസിയുമായി ആയിക്കൂടെ? പോടി, അവൻ ചെറിയ കുട്ടിയല്ലേ. അതുമല്ല, നമ്മൾ പെണ്ണുങ്ങളെ പോലാണോ ആൺകുട്ടികൾ? നമ്മൾ അരുതാത്തതൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. ഇനിയിപ്പോൾ എല്ലാം നടന്നു പോയി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൻ ഇതൊന്നും അറിയരുതേ എന്നാ എൻ്റെ പ്രാർത്ഥന. അന്നും നല്ലതുപോലെ എൻജോയ് ചെയ്താ അവർ കിടന്നുറങ്ങിയത്. ആസിഫിൻ്റെ കൈകൾ തൻ്റെ വയറിനു മേലെ വീണതു കണ്ടാണ് നൂറ ഫിദയുടെ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നത്. ഏതോ കുട്ടികൾ കായലിലേക്ക് എറിഞ്ഞ കല്ല് വെള്ളത്തിൽ ബ്ലും എന്നൊരു ശബ്ദം ഉണ്ടാക്കി. നൂറ പെട്ടെന്ന് എല്ലാ ആലോചനകളിൽ നിന്നും പ്രസൻറ്റിലേക്ക് വന്നു. ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് അവൻ്റെ ഹമീദ് മാഷിനെയാണ്. അതും അവനാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. ഫിദ കല്യാണം കഴിഞ്ഞു പോയ സമയമാണ് ഹമീദ് മാഷ് ഇംഗ്ലീഷ് ടീച്ചറായി അവൻ്റെ സ്കൂളിൽ വരുന്നത്. മാഷ് +2 ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട്. മാഷിൻ്റെ സംസാരവും ഇടപെടലും മൂലം എല്ലാ കുട്ടികൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായി. ആസിഫിനും അങ്ങനെ തന്നെ. സ്കൂളിൽ നിന്നും വളരെ ദൂരെയാണ് മാഷിൻ്റെ നാട്. അതുകൊണ്ടൊരു ചെറിയ വാടക വീട് എടുത്താണ് മാഷിൻ്റെ താമസം.
വാർഷിക പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി നടന്ന പാരൻസ് മീറ്റിങ്ങിന് നൂർജഹാൻ വന്നപ്പോഴാണ് ഹമീദ് മാഷിൻ്റെ കണ്ണിൽ അവൾ പെടുന്നത്. തൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ മാതാവെന്ന നിലയിൽ വളരെ മാന്യമായിട്ടാണ് മാഷ് നൂറയോട് പെരുമാറിയത്. പക്ഷേ പർദ്ദയ്ക്കുള്ളിലെ ശരീരം മാഷിനെ മോഹിപ്പിക്കാതിരുന്നില്ല. മാഷ് ഉമ്മയെ വല്ലാത്ത ആവേശത്തോടെ പലതവണ നോക്കുന്നത് ഉമ്മ അറിഞ്ഞില്ലെങ്കിലും ആസിഫ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ക്ലാസ്സിൽ പതിവില്ലാത്തൊരടുപ്പം ആസിഫിനോട് മാഷ് കാണിച്ചു തുടങ്ങി. അവൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അയാൾ ചോദിച്ചറിഞ്ഞു. ഒരു ദിവസം ഹമീദ് മാഷ് അവനോട് പറഞ്ഞു, വൈകുന്നേരം പോക്കരുത്, എനിക്ക് ആസിഫിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ മാഷേ? എടോ, അത് പറയാനല്ലേ വൈകുന്നേരം കാണണമെന്ന് പറഞ്ഞത്. താൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഗേറ്റിന് വെളിയിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. പറഞ്ഞതുപോലെ അയാളെ കാത്തു നിന്ന ആസിഫിൻ്റെ അരികിൽ വന്ന് നിന്ന സ്വിഫ്റ്റ് കാറിൽ അവൻ കയറി. കുറച്ചു ദൂരം ഓടി ടൗണിന് പുറത്തുള്ള ഒരു ബേക്കറിയുടെ മുൻപിൽ വണ്ടി നിർത്തി അവനോട് ഇറങ്ങാൻ പറഞ്ഞു. കടയ്ക്കുള്ളിലെ ഒഴിഞ്ഞൊരു ഭാഗത്ത് പോയി അവരിരുന്നു. 2 ഓറഞ്ച് ജ്യൂസിന് ഓർഡർ കൊടുത്ത ശേഷം മാഷ് പറയാൻ തുടങ്ങി. ആസിഫേ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിന്നോട് പറയേണ്ടതാണോ അല്ലയോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇത് പറയാൻ വേറെ ആരുമില്ല എന്നതാ സത്യം. എൻ്റെ നാട് നിനക്കറിയാമല്ലോ. എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. ഒരു മകളുണ്ട്, 9ൽ പഠിക്കുന്നു. അവളുടെ ഉമ്മ 6 വർഷം മുമ്പ് 2ാമത്തെ പ്രസവത്തോടെ മരിച്ചുപോയി. ആ കുഞ്ഞും പോയി. ഉമ്മ മരിച്ചതോടെ കുട്ടികളില്ലാത്ത എൻ്റെ സഹോദരിയുടെ കൂടെയാ മകള്. ഞാനിതൊക്കെ എന്തിനാ നിന്നോട് പറയുന്നതെന്നായിരിക്കും നീ ഓർക്കുന്നത്. ഞാൻ അന്വേഷിച്ചറിഞ്ഞ പ്രകാരം ഇപ്പോൾ നിൻ്റെ വീട്ടിലെ ഏക ആണ് നീയാ. പിന്നെയുള്ള നിൻ്റെ അളിയനാ. അവർ നാട്ടിലില്ല. പിന്നുള്ളത് നീ മാത്രം ആയതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. ഞാൻ നിൻ്റെ ഉമ്മയെ അന്ന് പരിചയപ്പെട്ടിരുന്നല്ലോ. നിനക്ക് ഉപ്പയില്ല. അതായത് നിൻ്റെ ഉമ്മയും എന്നെപ്പോലെ സിംഗിളാ. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മറന്നേക്ക്. എതിർപ്പില്ലെങ്കിൽ ഉമ്മയോട് സൂചിപ്പിച്ച് നോക്ക്. ഉമ്മയ്ക്ക് കൂടി സമ്മതമാണെങ്കിൽ നിൻ്റെ അളിയനോടും ഇത്തയോടും ഞാൻ സംസാരിക്കാം. ഇത്രയും സംസാരിച്ച് നിർത്തിയിട്ട് മാഷി ജ്യൂസ് എടുത്ത് കുടിക്കാൻ തുടങ്ങി. ആസിഫ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മാഷി ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് അവൻ ഒരിക്കലും ഓർത്തിരുന്നില്ല. അവൻ ഉമ്മയോട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ മാഷുവായി പിരിഞ്ഞത്. അന്ന് വീട്ടിലെത്തുന്നത് വരെ അവൻ മാഷു പറഞ്ഞ കാര്യമാണ് ആലോചിച്ചു കൊണ്ടിരുന്നത്. നല്ല ആരോഗ്യവും ആവറേജ് സൗന്ദര്യവുമുള്ള ഒത്തൊരു പുരുഷനാണ് മാഷ്. ഉമ്മയ്ക്കെല്ലാം കൊണ്ടും ചേരും. മഹാകഴപ്പിയായ ഉമ്മയ്ക്ക് ഇങ്ങനൊരാളുടെ ആവശ്യമുണ്ടെന്ന് മറ്റാരേക്കാളിലും അറിയാവുന്നത് തനിക്കാ. പിന്നെ ഇതിനാരുടെയും അനുവാദം വാങ്ങാനുമില്ല. ആകെയുള്ളത് ഇത്തയും അളിയനുമാണ്. അവരെതിർക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഉമ്മയോട് പറഞ്ഞു നോക്കാം. എൻ്റെ മറുപടിക്കായി നാളെ കാത്തിരിക്കുമെന്നാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്. അന്ന് രാത്രി ആസിഫ് ബെഡിൽ കിടക്കുന്നു. നൂറ റൂമിലുണ്ട്. അവൻ ഉമ്മയെ തന്നെ നോക്കിയിരുന്നു. എന്താ ഇന്ന് വല്ലാത്തൊരു നോട്ടം? ഏയ് ഒന്നുമില്ല ഉമ്മ. ഉമ്മ എന്ത് സുന്ദരിയാ. അന്ന് പാരൻസ് മീറ്റിങ്ങിൽ വന്ന അമ്മമാരിൽ ഏറ്റവും സുന്ദരി എൻ്റെ ഉമ്മയാ. പോടാ, സോപ്പിടാതെ. ആവശ്യത്തിന് സോപ്പിട്ട് കഴുകിയിട്ടാണ് വരുന്നത്. സത്യമാണ് ഉമ്മ. ഉമ്മയുടെ സൗന്ദര്യം ഉമ്മയ്ക്ക് അറിയാത്ത കൊണ്ടാണ്. ഉമ്മയ്ക്കൊരു കല്യാണം കൂടി കഴിച്ചുകൂടെ? പിന്നെ നിൻ്റെ ഉമ്മാൻ്റെ സൗന്ദര്യം കണ്ട് ഇനി ഏത് രാജകുമാരൻ വരാനാണ്? നിൻ്റെ ഇത്ത ഗർഭിണിയാണെന്ന് വിളിച്ചു പറഞ്ഞു. ഏതാനും മാസം കഴിയുമ്പോൾ ഞാനൊരു മൂത്തുമ്മ ആകും. എൻ്റെ ഉമ്മ ഉമ്മയെക്കാട്ടി പ്രായമുള്ളവർ കെട്ടുന്നു. പിന്നെയാ ഇത്രയും മൊഞ്ചുള്ള എൻ്റെ ഉമ്മിച്ചി. നല്ലൊരാണിൻ്റെ കൂട്ട് എൻ്റെ ഉമ്മയ്ക്ക് വേണം. ആരാടാ അത്ര വലിയൊരാണ്? അതൊക്കെയുണ്ട്. ആളെ ഉമ്മയ്ക്ക് ഇഷ്ടമാകും. ഓ, ഇനി അങ്ങനെ ആരെങ്കിലും വന്നാലും വയസ്സായ മൊല്ലാക്കന്മാർ വല്ലതും ആയിരിക്കും. അല്ലുമ്മ, ആള് നല്ല ചുള്ളനാ. ഉമ്മയ്ക്ക് അറിയാവുന്ന ആളാണ്. എനിക്കറിയാവുന്ന ആളോ? അതാരാ? ഉമ്മ അന്ന് സ്കൂളിൽ വന്നപ്പോൾ കണ്ടില്ലേ, ഞങ്ങളുടെ ഇംഗ്ലീഷ് മാസ്റ്റർ. ഓർക്കുന്നില്ലേ? നൂറ ആ മുഖം ഓർത്തെടുത്തു. പോടാ, മൂപ്പർക്ക് ഭാര്യയും മക്കളും ഉള്ളതല്ലേ. അത്രയും ആയപ്പോൾ അവൻ നൂറയോട് ഹമീദ് മാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ മറുപടി പറയാമെന്നാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്. തനിക്കൊരു പുരുഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് പല പ്രാവശ്യം സ്വന്തം മനസാക്ഷിയോട് നൂറ ചോദിച്ചു.
ഉണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് അവൾക്ക് മറുപടി കിട്ടിയത്. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ആസിഫ് പറഞ്ഞു, ഉമ്മി, ഞാൻ മാഷിനോട് എന്താ പറയണ്ടേ? ഡാ, അതിപ്പോൾ പെട്ടെന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? മുനീറും ഫിദയും ഒക്കെ അറിയണ്ടേ? അവർ സമ്മതിക്കണ്ടേ? എൻ്റെ ഉമ്മ, അവരൊക്കെ നന്നായി സുഖിച്ച് ജീവിക്കുകയല്ലേ. ഞാൻ +2 കഴിഞ്ഞാൽ നല്ല എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ ബാംഗ്ലൂരോ ചെന്നൈയിലോ പോകും. ഉമ്മി പിന്നെ തനിച്ചാകില്ലേ? എനിക്ക് പിന്നെ പോകാൻ പറ്റുമോ? അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഫിദ കെട്ടിയവനുമായി സുഖിച്ച് തന്നെയാണ് കഴിയുന്നത്. ആസിക്ക് താൻ കാരണം എവിടെയും പോകാൻ കഴിയാതെ വരും. ഉമ്മയുടെ ആലോചിച്ചുള്ള നിൽപ്പ് കണ്ട് അവൻ പറഞ്ഞു, ആദ്യം ഉമ്മിച്ചി മാഷുമായിട്ടൊന്ന് സംസാരിക്ക്. നല്ല ആളാ. നിങ്ങൾ സംസാരിച്ച ശേഷം തീരുമാനിക്കാം. ഞാൻ മാഷിനെ ഇങ്ങോട്ട് വിളിക്കട്ടെ? ഇവിടേക്കോ? അത് വേണ്ട, ആൾക്കാരൊക്കെ കാണില്ലേ. അതിനുമ്മി ഇന്ന് തന്നെ മാഷിൻ്റെ കൂടെ കിടക്കണ്ട. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പരിചയമാകാനാ. നീ ഒരു കാര്യം ചെയ്, നമ്മൾ പോകുന്ന പാർക്കില്ലേ, അവിടേക്ക് മൂപ്പരെയും കൂട്ടി വാ. ഉമ്മി ഒരു 3 മണിക്ക് അങ്ങോട്ട് വരാം. സ്കൂളിൽ നിന്നും ഇത്തിരി നേരത്തെ ഇറങ്ങിയാൽ മതിയല്ലോ. അത് കൊള്ളാം ഉമ്മി, അവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ സൗകര്യവാ. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ആസിഫ് സ്കൂളിലേക്ക് പോയി. നൂർജഹാൻ വീണ്ടും പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് നോക്കി. 3 മണിയാകുന്നേയുള്ളൂ. പുറത്ത് നല്ല വെയിലുണ്ട്. പാർക്കിൽ നിറയെ മരങ്ങൾ നിൽക്കുന്ന കൊണ്ട് ഇവിടെ വെയിലില്ല. അപ്പോഴാണ് അവൾ കണ്ടത്, ആസിഫ് നടന്നു വരുന്നു. കൂടെ അയാളുമുണ്ട്. അന്ന് സ്കൂളിൽ വെച്ച് കാര്യമായി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നല്ലോ. നല്ല ഉയരവും അതിനൊത്ത വണ്ണവും ഉണ്ട്. ഇരുനിറവാ. അധികം ചുരുളാത്ത മുടി ഒതുക്കി ചീകിയിട്ടുണ്ട്. ഷർട്ട് ഇൻ ചെയ്തിരിക്കുന്നു. ആളുടെ കൂടെ അന്തസ്സോടെ എവിടെയും പോകാം. നല്ല ജോലി. ഇനി സ്വഭാവം കൂടി അറിയണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നിൽക്കുന്ന നൂറയുടെ അടുത്തേക്ക് നടന്നടുക്കുകയായിരുന്നു ആസിഫും അവൻ്റെ മാഷും. മകൻ്റെ ഒപ്പം ഗാംഭീര്യത്തോടെ നടന്നു വരുന്ന അയാളെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു നൂറ. ഒത്തൊരു പുരുഷൻ തൻ്റെ അനുകൂലമായ ഒരു മറുപടിക്ക് വേണ്ടിയുള്ള വരവാണ്. താനൊന്ന് തല കുലുക്കിയ അടുത്ത ദിവസം മുതൽ ആ തോളോട് ചേർന്ന് തനിക്ക് തല ഉയർത്തി നടക്കാം. അവർ നടന്നടുത്തു വന്നു. അയാൾ നൂറയെ അടിമുടി ഒന്ന് നോക്കി. പൗരുഷം തുളുമ്പുന്ന മുഖം. അവൾക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ ലജ്ജ തോന്നി. ഉമ്മ, ഇതാ എൻ്റെ ഇംഗ്ലീഷ് മാഷ്. മാഷേ, നിങ്ങൾ സംസാരിച്ചിരിക്ക്, ഞാൻ ഇപ്പം തന്നെ വരാം. നല്ല വിവരമുള്ള ചെക്കൻ. എന്താ പറഞ്ഞത്? അല്ല, നൂർജഹാൻ്റെ മോൻ നല്ല വിവരക്കാരനാണെന്ന് പറഞ്ഞതാ. നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പൊക്കളഞ്ഞില്ലേ? നൂറയ്ക്ക് മാഷിൻ്റെ വർത്താനം കേട്ടിട്ട് ചിരി വന്നു. നൂർജഹാൻ ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് മാഷ് ആദ്യം സിമൻറ്റ് ബെഞ്ചിലിരുന്നു. ഞാൻ പേര് വിളിക്കുന്നതിൽ വിരോധമില്ലല്ലോ അല്ലേ? അവൾ തലയാട്ടി ഇല്ലെന്നറിയിച്ചു. ആ, ഇരിക്ക്. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയല്ലേ ആസിഫ് പോയത്? അവൾ ആ ബെഞ്ചിൽ തന്നെ ഇത്തിരി ഗ്യാപ്പിട്ടാണ് ഇരുന്നത്. അവൾ ഇരുന്നതോടെ അയാൾ പറഞ്ഞു തുടങ്ങി. എൻ്റെ പേര് ഹമീദ്. മനസ്സിലുള്ള ഉദ്ദേശം ആസിഫ് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഭാര്യ മരിച്ചുപോയി. 40 വയസ്സുണ്ട്. ഒരു മോളുണ്ട്. കുട്ടികളില്ലാത്ത സഹോദരിയുടെ കൂടെയാണ് അവൾ വളരുന്നത്. അവളെ ഇനി എനിക്ക് തരില്ലെന്നാ അളിയനും പെങ്ങളും പറയുന്നത്. അവർക്ക് കുട്ടികളില്ലാത്ത കൊണ്ട് ഞാനും ശരിയെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു ഏകാന്തത. സ്കൂളിലായിരിക്കുമ്പോൾ പ്രശ്നമില്ല. കുട്ടികളും മാഷുമാരും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ശേഷമാണ് പ്രശ്നം. ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. പിന്നെ അടുത്തൊരു ക്ലബ്ബുണ്ട്. അവിടെയൊക്കെ പോയി ക്യാരംസ് കളിച്ചൊക്കെ സമയം കളയും. താൻ ഭാഗ്യവതിയാ. 2 മക്കളില്ലേ? അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാമല്ലോ. ഹാ, ഞാനിങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ? താനും പറയ്, മടിക്കണ്ട. എന്നോട് എന്നും തുറന്നു പറയാനുള്ള സമയമായത്. ഞാനെന്ത് പറയാനാ? 2 മക്കളിൽ മോളെ കെട്ടിച്ചു വിട്ടു. അവളും ഭർത്താവും സെറ്റിലായി. പിന്നെയുള്ളത് ആസിയ. അവനും പഠിക്കാനൊക്കെ ദൂരെ എവിടെങ്കിലും പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ താനും തനിച്ചാകുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങ് കൂട്ടുകൂടിയാലോ? നൂറയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് അയാളത് പറഞ്ഞത്. അവൾ നാണത്തോടെ തല കുനിച്ചു. ഈ പ്രായത്തിലെ നാണത്തിനും ഒരു ഭംഗിയുണ്ട്. നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. കുട്ടികളെ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്ന മാഷല്ലേ ഞാൻ. സംസാരമൊക്കെ അതുകൊണ്ട് താനേ വരും. നൂർജഹാൻ ഒന്നും പറഞ്ഞില്ലല്ലോ.
എന്നെ ഇഷ്ടമുള്ളവർ നൂറ എന്നാണ് വിളിക്കുന്നത്. എനിക്കും അതാ ഇഷ്ടം. ആ, ഇത്രയും കേട്ടാൽ മതി നൂറ. ഞാൻ നാളെ തന്നെ അളിയനോടും പെങ്ങളോടും പറയാം. നൂറയ്ക്ക് ആരോടാ പറയാനുള്ളത്? മക്കളോടും മരുമോനോടും. ആ, അവരോട് ഇന്ന് തന്നെ വിളിച്ചു പറയ്. ഇനി അധികം താമസിപ്പിക്കണ്ട. അത്രയ്ക്ക് ധൃതിയാണോ? ധൃതിയല്ല നൂറ, കൊതി. തന്നെ അന്ന് സ്കൂളിൽ വെച്ച് കണ്ടപ്പം മുതൽ തുടങ്ങിയ കൊതിയാ. അത് കേട്ട് അവൾ ചൂളിപ്പോയി. എല്ലാവരോടും ഇങ്ങനെയാണോ? എല്ലാവരോടുമല്ല, കൊതിപ്പിക്കാൻ കഴിയുന്നവരോടല്ലേ കൊതി തോന്നുക. നൂറ എന്നേ കൊതിപ്പിച്ചു കളഞ്ഞു. പിന്നെയും കുറേ നേരം സംസാരിച്ചിരുന്ന ശേഷമാണ് ആസിഫ് വന്നത്. രണ്ടുപേരുടെയും ഇരിപ്പും സംസാരവും കണ്ടപ്പോഴേ ഇവരൊരു തീരുമാനത്തിലെത്തിയെന്ന് അവന് മനസ്സിലായി. അന്ന് രാത്രി ഫിദയെ വിളിച്ച് നൂറ കാര്യങ്ങൾ പറഞ്ഞു. നന്നായി ഉമ്മ, നല്ല തീരുമാനം. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് പണി കുറഞ്ഞേനെ. പോടി, നീ ഇനി നിൻ്റെ കെട്ടിയോന് പണി കൊടുത്താൽ മതി. ഓഹോ, ഇപ്പം അങ്ങനെയായോ? ഞാൻ നാട്ടിൽ വരുമ്പോഴും ഇങ്ങനെ പറയണേ. നീ മുനീറിനോട് പറയണം. എന്നിട്ട് അവൻ്റെ അഭിപ്രായം എന്നെ വിളിച്ചു പറയണം. മുനീറിക്ക ഇത് കേട്ടാൽ സങ്കടപ്പെടും. അതെന്താ മോളെ, അവൻ ഇഷ്ടമാവൂലേ? അതല്ലുമ്മ, നാട്ടിൽ വരുമ്പോൾ നിങ്ങളെ ഒന്ന് വളച്ചു നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളിന് നിങ്ങൾക്ക് പുതിയ മാപ്പിള വരുന്നത് ഇഷ്ടമാവുമോ? സത്യമാണോ മോളെ? അവൻ അങ്ങനെ നിന്നോട് പറഞ്ഞോ? എൻ്റെ ഉമ്മയാണ് സത്യം. എന്നെ ഉമ്മയും ഒരുമിച്ചൊരു മുറി കിട്ടണമെന്നാ മൂപ്പരുടെ ആഗ്രഹം. എൻ്റെ റബ്ബേ, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ അവൻ നടക്കുന്നത്? മനസ്സിലുള്ളത് മറച്ചു വെച്ചില്ലല്ലോ ഉമ്മ, എന്നോട് തുറന്നു പറഞ്ഞില്ലേ. വെറുതെ അവൻ അങ്ങനെ പറയില്ല. നീ എന്തെങ്കിലും പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞതല്ലുമ്മ, എൻ്റെ മൊബൈലിക്ക തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ചാറ്റൊക്കെ കണ്ടു. ഞാൻ ഉമ്മയ്ക്ക് അയച്ച ഫോട്ടോയൊക്കെ കണ്ടു. പടച്ചോനെ, എന്നിട്ടെന്താ? ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു. ഷേ, നീ അന്ന് മറ്റേ ഫോട്ടോ അയച്ചില്ലേ, അതും കണ്ടോ? എല്ലാം കണ്ടുമ്മ. അയ്യോ, എന്നിട്ടവൻ എന്തു പറഞ്ഞു മോളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ? അവൻ നിന്നെ തെറ്റിദ്ധരിച്ചോ എന്നാ ഉമ്മാൻ്റെ പേടി. ഒന്നുമില്ല ഉമ്മ, എന്നെ ഇന്നലെ രാത്രിയിൽ ഉറക്കിയില്ലെന്നേ ഉള്ളൂ. അതെന്താ? ഇന്നലെയാ എൻ്റെ ഫോൺ നോക്കിയതും എന്നെക്കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചതും. അങ്ങനെ കേട്ടാൽ പോരത്രേ, ആദ്യം മുതൽ ഒന്നും വിടാതെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഉമ്മാൻ്റെ എല്ലാത്തിനെയും പറ്റി എല്ലാം വിസ്തരിച്ച് പറയിപ്പിച്ചു. ഓരോന്നും പറയുമ്പോൾ മൂപ്പർക്ക് മൂട് കയറും. അപ്പം തന്നെ പരിപാടി തുടങ്ങും. പിന്നെയും പറയിപ്പിക്കും, വീണ്ടും പരിപാടി. അങ്ങനെ ഇന്നലെ രാത്രിയിൽ എത്ര പണി നടന്നു എന്ന് എനിക്ക് പോലും അറിയില്ല. ഹോ, എൻ്റെ ഫിദമോളെ, ഉമ്മ പേടിച്ചു പോയല്ലോ. ചില ആണുങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടാകില്ല. നമ്മൾ ഉമ്മയും മോളും അല്ലേ. ഇക്കാക്കിതാ കൂടുതൽ ഇഷ്ടം. അതല്ലേ നാട്ടിൽ വരുമ്പോൾ എന്നെ നിങ്ങളെ ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞത്. അവനിങ്ങ് വരട്ടെ, ഞാൻ അരിഞ്ഞെടുക്കുമെന്ന് പറഞ്ഞേരേ. ചതിക്കല്ലേ ഉമ്മ, എനിക്ക് ആകെയുള്ള മുതല. ഫിദയുടെ സംസാരത്തിൽ നിന്നും അവൾക്കും മുനീറിനും ഉമ്മാക്കൊരു കൂട്ടുണ്ടാകുന്നതിൽ എതിർപ്പില്ലാന്ന് മാത്രമല്ല, സന്തോഷമാണ് താനും എന്ന് നൂറയ്ക്ക് മനസ്സിലായി. നമ്മുടെ കുടുംബത്തിന് ഒരു നാഥൻ ഉണ്ടാവുമല്ലോ ഉമ്മ. എനിക്ക് വാസിക്കും ഉപ്പ എന്ന് വിളിക്കാൻ ഒരാൾ. ഫിദയുടെ വാക്കുകൾ നൂറയെ കൂടുതൽ സന്തോഷിപ്പിച്ചു. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു. ഹമീദ് മാഷിൻ്റെ അളിയന മതപരമായ കാര്യങ്ങൾ നടത്താനും മറ്റെല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം കൊടുത്തത്. മുനീറും ഫിദയും വന്നില്ല. അവൾ ഗർഭിണിയായതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും വീഡിയോ കോളിലൂടെ അവരും എല്ലാം അറിയുകയും കാണുകയും ചെയ്തു. കല്യാണശേഷം മാഷ് ഇപ്പം താമസിക്കുന്ന വാടക വീട് ഒഴിയാനും നൂറയുടെ വീട്ടിൽ താമസിക്കാനുമാണ് തീരുമാനിച്ചിരുന്നത്. മാഷിന് സ്കൂളിൽ പോകാൻ അതായിരുന്നു എളുപ്പവും സൗകര്യവും. ഒരുപാട് ആളുകൾ ഇല്ലായിരുന്നെങ്കിലും രണ്ടുപേരുടെയും അടുത്ത ബന്ധുക്കളും മാഷിൻ്റെ സഹപ്രവർത്തകരും ഒക്കെയായി സാമാന്യം തിരക്കുണ്ടായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഉമ്മയുമായി സ്വകാര്യം പറയാനുള്ള അവസരമൊന്നും ആസിഫിന് കിട്ടിയില്ല. എങ്കിലും ഉമ്മി വളരെ സന്തോഷവതിയാണെന്ന് അവന് മനസ്സിലായി. മാഷിനെ ഉമ്മിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മയുടെ ചുവന്ന കവിളുകൾ കൂടുതൽ ചുവന്നു. പിന്നെ ഒരു ബ്യൂട്ടീഷ്യൻ വന്ന് മേക്കപ്പൊക്കെ ചെയ്തിരുന്നു. അതോടെ കൂടുതൽ സുന്ദരിയായി. പെട്ടെന്നാണ് ഓർത്തത്, ഇന്നു മുതൽ ഉമ്മാക്കൊരു കെട്ടിയവനുണ്ടല്ലോ എന്ന്. എന്നാലും ഉമ്മയ്ക്ക് സന്തോഷമായല്ലോ.
അത് മതി. ആദ്യ രാത്രിക്കായി നൂറയെ ഒരുക്കിയത് മാഷിൻ്റെ സഹോദരിയാണ്. പട്ടുസാരിയിൽ പൊതിഞ്ഞ ഒരു അപ്സരസിനെ പോലെ തോന്നി ആസിഫിന് ഉമ്മയെ കണ്ടപ്പോൾ. ആളൊഴിഞ്ഞൊരു നിമിഷം കിട്ടിയപ്പോൾ നൂറ ആസിഫിൻ്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ആസി, ഉമ്മയോട് പിണക്കമാണോ? എന്താ മിണ്ടാതെ നടക്കുന്നേ? ഇല്ലുമ്മ, സന്തോഷമേ ഉള്ളൂ. ആരുമായും വലിയ പരിചയമൊന്നും ഇല്ലാത്ത കൊണ്ടാണ് മിണ്ടാത്തത്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അവനെ ചുംബിച്ച ശേഷമാണ് നൂറ മണിയറയിലേക്ക് പോയത്. ഹമീദ് മാഷ് അവിടെ അക്ഷമനായിരിക്കുകയാണ് നൂറയുടെ വരവും പ്രതീക്ഷിച്ച്. മാഷിൻ്റെ സഹോദരി നൂറയെ ആങ്ങളയുടെ മുറിയിലേക്ക് കയറ്റി വിട്ടിട്ട് ഒരു ചെറു ചിരിയോടെ വാതിൽപ്പാളി ചേർത്തടച്ചു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഹൂറിയെ പോലെ മുന്നിൽ നിൽക്കുന്ന നൂർജഹാനെ ഹമീദ് മാഷ് കണ്ണിമയ്ക്കാതെ നോക്കി. എന്താ ഇങ്ങനൊരു നോട്ടം? ഒന്നുമില്ല. നൂർജഹാൻ എന്ന പേരുകാരെല്ലാം ഇതുപോലെ സുന്ദരിമാരായിരിക്കുമെന്ന് തോന്നുന്നു. അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? താജ്മഹൽ പണിതതും ഒരു നൂർജഹാൻ്റെ ഓർമ്മയ്ക്കായിട്ടല്ലേ? തൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്നത് കേട്ട് ഏതു പെണ്ണിനും തോന്നുന്നത് പോലുള്ളൊരു ഗർവ് നൂറയ്ക്കും തോന്നി. അയാൾ മെല്ലെ നൂറയുടെ കൈകളിൽ പിടിച്ച് അലങ്കരിച്ച കട്ടിലിരുത്തി. അവളുടെ താടിയിൽ പിടിച്ചുയർത്തി ചുവന്ന ചുണ്ടുകളിൽ വിരൽ കൊണ്ട് തഴുകി. തലയിൽ തട്ടത്തിന് പകരം മടക്കിയിട്ടിരുന്ന പട്ടുസാരിയുടെ മുന്താണി എടുത്തു മാറ്റി. അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് ആദ്യ ചുംബനം നൽകി. കത്തി നിൽക്കുന്ന ബൾബിലേക്ക് നൂറയുടെ കണ്ണുകൾ പോയത് കണ്ട് അയാൾ പറഞ്ഞു, അതവിടെ കിടന്നോട്ടെ, എനിക്കെൻ്റെ ഹൂറിയെ മുഴുവനായി കാണണം. ആ ആഗ്രഹം അവൾക്കും ഉണ്ടായിരുന്ന കൊണ്ട് പിന്നൊന്നും പറയാൻ പോയില്ല. രണ്ടുപേരുടെയും ഉള്ളിൽ ആക്രാന്തം വെളിയിൽ വരാൻ പിന്നെ താമസം ഉണ്ടായില്ല. നിമിഷ നേരം കൊണ്ട് കല്യാണ വസ്ത്രങ്ങൾ മുറിയുടെ പല ഭാഗത്തായി പോയി വീണു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം താൻ ഒരു പുരുഷനെ അറിയാൻ പോകുന്നതിൻ്റെ ലജ്ജയും ആകാംക്ഷയും നൂറയിൽ കാണാമായിരുന്നു. പിന്നെ അവിടെ നടന്നതൊരു യുദ്ധമായിരുന്നു. ഇടയ്ക്ക് ഹമീദ് നൂറയോട് പറഞ്ഞു, ഇന്ന് വെളുക്കുന്ന വരെ നമുക്ക് സമയം കിടക്കുമല്ലേ പൊന്നെ, പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ. ഇന്ന് തനിക്ക് ശിവരാത്രി ആയിരിക്കുമെന്ന് നൂറയ്ക്കുറപ്പായി. ഇതിനു വേണ്ടിയല്ലേ ഇത്ര നാളും കൊതിച്ചത്? എല്ലാം തികഞ്ഞൊരു പുരുഷന് കീഴടങ്ങി അവൻ്റെ താണ്ഡനങ്ങൾ ഏറ്റുവാങ്ങി കിതപ്പോടെ അവൻ്റെ മാറിൽ തലവെച്ച് കിടക്കാൻ. ഹമീദ് പറഞ്ഞ പോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. അയാൾ ഉള്ളിലെ ആക്രാന്തം വെളിയിൽ കാണിക്കാതെ വളരെ പതിയെ നൂറയെ കൈകാര്യം ചെയ്തു. അവൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ പ്രവർത്തിച്ചു. തൻ്റെ എല്ലാവിധ ദാരിദ്ര്യം തീർക്കാൻ ദൈവം ഒരുക്കിവിട്ട കാമദേവനാണോ ഈ മാഷ്? അല്ല, ഇക്ക. ഹമീദിനും അങ്ങനെ തന്നെ തോന്നി. തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയെ കിട്ടിയതിൽ അയാൾ വളരെ സന്തോഷിച്ചു. ഇനിയുള്ള കാലം സുഖത്തിൽ ആറാടാം. അതിനെല്ലാം കൊണ്ടും പറ്റിയ ആളെ തന്നെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. വലിയൊരംഗത്തിന് ശേഷം വെളുപ്പാങ്കാലത്താണ് ആ മണിയറയിൽ വിളക്കണഞ്ഞത്. പിന്നീടുള്ള ദിവസങ്ങൾ സാക്ഷാൽ വാത്സ്യായന മഹർഷിയുടെ പോലും കിളിപോകുന്ന തരം കാര്യങ്ങളാണ് ആ മുറിയിൽ അരങ്ങേറിയത്. ഓരോ ദിവസവും വ്യത്യസ്തമായ രീതികളിൽ അവരെല്ലാം ആസ്വദിച്ചു. നൂറ ദിവസേന കൂടുതൽ സുന്ദരിയായി. വൈകുന്നേരം മാഷു വരുന്നത് നോക്കി അക്ഷമയായി അവൾ കാത്തിരിക്കും. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹമീദ് മാഷ് നൂറയുടെ ജീവിതത്തിൻ്റെയും ജീവൻ്റെയും ഭാഗമായി കഴിഞ്ഞിരുന്നു. ആസിഫ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉമ്മയും മാഷും ശരിക്കും ആഘോഷിക്കുകയാണ്. അവനും അതിൽ സന്തോഷിച്ചു. പഴയ പോലെ ഉമ്മയെ തനിച്ച് കിട്ടുന്നില്ലെന്നതായിരുന്നു അവൻ്റെ വിഷമം. രാവിലെ മാഷിൻ്റെ അല്ല കൊച്ചുപ്പയുടെ കാറിലാണ് സ്കൂളിൽ പോകുന്നത്. തിരിച്ചു വരവും അങ്ങനെ തന്നെ. സ്കൂളിൽ വെച്ച് മാത്രം തന്നെ മാഷായി കണ്ടാൽ മതിയെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ മകൻ്റെ സ്ഥാനമാണെങ്കിലും ഒരു സുഹൃത്തിനെ പോലെയാണ് മൂപ്പരുടെ പെരുമാറ്റം. വീട്ടിൽ ഒരു മുതിർന്ന ആളുടെ കുറവുണ്ടായിരുന്നതിപ്പോൾ മാറി. അപൂർവമായി ഉമ്മയെ ഒറ്റയ്ക്ക് കിട്ടാറുണ്ടെങ്കിലും വേണ്ടാത്ത കാര്യമൊന്നും പറയാനോ പ്രവർത്തിക്കാനോ ഉമ്മ ശ്രമിക്കാറില്ല. അവൻ്റെ മുന്നിൽ ഗൗരവക്കാരിയായ ഒരു മാതാവായി മാറുവാൻ നൂറ ശ്രമിക്കുന്നത് അവന് മനസ്സിലായി. ഉമ്മ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അകൽച്ച കാണിക്കുന്നു എങ്കിലും മകൻ എന്ന നിലയിലുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആസിഫ് ഉമ്മയുടെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. പക്ഷേ ഫിദ നേരെ തിരിച്ചായിരുന്നു.
അവൾ ഉമ്മയെ വിളിക്കുമ്പോഴൊക്കെ പുതിയ ഉപ്പയുടെ പെർഫോമൻസിനെ പറ്റി വിശദമായി ചോദിക്കും. ഓരോ ദിവസവും ഉമ്മയുമായി മാഷിൻ്റെ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അവൾ ചോദിച്ചറിയും. അവൾ കുത്തി കുത്തി ചോദിക്കുമ്പോൾ പറയണ്ടാന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നൂറ പറഞ്ഞു പോകും. നേരിൽ കാണാതെ തന്നെ കൊച്ചുപ്പയുടെ കഴിവും കാര്യപ്രാപ്തിയും ഒക്കെ ഇപ്പോൾ ഫിദയ്ക്കറിയാം. അതൊക്കെ അവൾ മുനീറിനോടും പങ്കുവെക്കും. അമ്മായിയമ്മയുടെയും പുതിയ ഭർത്താവിൻ്റെയും കഥകൾ അവനും ആസ്വദിച്ചു. അത് ഓർത്തുകൊണ്ട് ഫിദയുമായി കിടക്ക പങ്കിടുന്നതിൽ ഒരു പ്രത്യേക ഹരം അവന് തോന്നി. ഇങ്ങനെ സന്തോഷത്തോടെ പുതിയ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാം തകിടം മറിയാനിടയായ ആ സംഭവം നടക്കുന്നത്. അന്നും പതിവ് പോലെ മണിയറയിൽ നൂറയെ പരിപൂർണ്ണ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഏറ്റവും ഒടുവിലാണ് നൂറയുടെ വായിൽ നിന്ന് ആ വാക്ക് വന്നത്. സിരകൾക്ക് ചൂട് പിടിപ്പിച്ചപ്പോൾ നൂറ പറഞ്ഞു, അങ്ങനെ തന്നെ മോനെ ആസി, ആസി നീ എൻ്റെ എല്ലാം ആണടാ. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അബദ്ധം മനസ്സിലാക്കിയ നൂറ നിശബ്ദയായി. ഹമീദിന് അത് കേട്ട് ഉള്ളിലൊരു ഞെട്ടലുണ്ടായെങ്കിലും അയാൾ അതറിയിക്കാതെ പ്രവൃത്തി തുടർന്നു. വായിൽ നിന്നും പോയത് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അവൾ നെഞ്ചിടിപ്പോടെ താഴേക്ക് നോക്കി. ഇല്ല, ഇക്ക തലയുർത്തി നോക്കിയ പോലുമില്ല. തൻ്റെ ആ ശബ്ദത്തിനിടയിൽ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഹമീദ് ഒരു രീതിയിലും പ്രതികരിക്കാതിരുന്നത് നൂറയ്ക്ക് ആശ്വാസമായി. അങ്ങനെ ഒരു വാക്ക് തൻ്റെ വായിൽ നിന്നും വന്നതോർത്ത് അവൾ സ്വയം ശകാരിച്ചു. അന്നും പതിവ് പോലെ എല്ലാം കഴിഞ്ഞ രണ്ടുപേരും ഉറങ്ങിയത്. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഉറങ്ങിയത് നൂറ മാത്രമാണ്. അറിയാതെ തൻ്റെ വായിൽ നിന്നും വീണ വാക്ക് അയാൾ കേട്ടില്ല എന്ന ആശ്വാസത്തിൽ അവൾ ഉറങ്ങി. പക്ഷേ ആസിഫിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ച നൂറയുടെ ചിത്രം അയാളുടെ ഉറക്കം കെടുത്തി. അയാൾ തൻ്റെ സ്ഥാനത്ത് ആസിഫിനെ സങ്കല്പിച്ച് നോക്കി. അങ്ങനെ നടക്കുമോ? എന്തുകൊണ്ട് നടന്നുകൂടാ? അവർ രണ്ടുപേരും മാത്രമുള്ള വീട്. യൗവനത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്ന ആസി, വിധവയും നല്ല കഴപ്പിയുമായ നൂറ. തീർച്ചയായും താൻ ചിന്തിച്ചത് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്ങനെ ഉറപ്പിക്കും? നൂറയോട് എങ്ങനെ കാര്യം ചോദിക്കും? ചോദിച്ചാലും ഇതുപോലൊരു കാര്യം ഏതെങ്കിലും ഒരു സ്ത്രീ സമ്മതിച്ചു തരുമോ? അങ്ങനെ പലവിധ ചോദ്യങ്ങൾ അയാളുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അവളുടെ വാക്കുകളും ആ സന്ദർഭവും അയാൾ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് നോക്കി. മീശ കിളിർക്കാൻ തുടങ്ങിയ ആസിഫിൻ്റെ നിഷ്കളങ്കത തോന്നിപ്പിക്കുന്ന മുഖം ഹമീദിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ലെന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PG എടുത്തിട്ടുള്ള ഹമീദിനറിയാം. ആദാമിൻ്റെ ഹവ്വയുടെയും മക്കൾക്ക് സന്തതികളുണ്ടായത് സഹോദര സഹോദരി ബന്ധത്തിൽ കൂടി ആയിരിക്കുമല്ലോ. തൻ്റെ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ അന്യ പെൺകുട്ടികളെ തേടിപ്പോകാൻ ആദാമിന് കഴിയില്ലല്ലോ. അതുറപ്പാണ്. അല്ലെങ്കിൽ അങ്ങനൊരു സന്ദർഭത്തിൽ അവൻ്റെ പേര് പറയില്ല. രാവിലെ സ്കൂളിൽ പോകുന്നതുവരെ പതിവില്ലാത്തൊരു വാക്കോ പ്രവൃത്തിയോ ഭർത്താവിൽ നിന്നും ഉണ്ടാകാത്തതുകൊണ്ട് തൻ്റെ വായിൽ നിന്നും വീണുപോയ വാചകം അദ്ദേഹം കേട്ടിട്ടില്ല എന്നുറപ്പാക്കി. എന്നാൽ എപ്പോഴും അതേക്കുറിച്ച് മാത്രമായിരുന്നു ഹമീദിൻ്റെ ചിന്ത. സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതിൽ പോലും പൂർണ്ണമായി ശ്രദ്ധിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അയാൾ ഒരു തീരുമാനം എടുത്തു. ഇക്കാര്യം ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം? ചോദിക്കുക തന്നെ. കേസിലെ പ്രധാന പ്രതിയോട് തന്നെ ചോദിക്കാം. വൈകുന്നേരം പതിവ് പോലെ വീട്ടിലേക്ക് പോകാൻ മാഷിൻ്റെ കാറിൽ കയറിയിരുന്ന ആസിഫ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചിട്ട് അയാൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആസിഫ് ശ്രദ്ധിച്ചത്. വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെയല്ല കാറ് പോകുന്നത്. കൊച്ചുപ്പ, നമ്മൾക്ക് വഴി മാറിപ്പോയി. ഇല്ല ആസി, വഴി തെറ്റിയതല്ല, ഇതുവഴി പോകേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ അവനൊന്നും സംസാരിച്ചില്ല. പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ 2 സൈഡിലും വിശാലമായ വയലുകൾ മാത്രമായി. ആസിഫ് ആ വഴി വന്നിട്ടുണ്ട്. വിജനമായ സ്ഥലം, വയലിന് നടുവേ നെടുനീളത്തിൽ റോഡ്. റോഡിലെ വീതി കൂടി ഒരിടത്ത് ഹമീദ് വണ്ടി സൈഡാക്കി. ആസിഫ് എന്താണെന്നർത്ഥത്തിൽ ഹമീദിനെ നോക്കി. ആസി, നമുക്ക് കുറച്ച് സംസാരിക്കാം. സ്വസ്ഥമായി സംസാരിക്കുവാനാ തിരക്കില്ലാത്ത സ്ഥലം നോക്കി ഇങ്ങോട്ട് വന്നത്. ആസിഫ് മാഷിൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി. ആസി, ഞാനിപ്പോൾ നിൻ്റെ മാഷ് മാത്രമല്ല, കൊച്ചുപ്പ കൂടിയാ. അതായത് നിൻ്റെ ഉമ്മയുടെ ഭർത്താവ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് ഉത്തരം തരണം.
നിൻ്റെ ഉത്തരം എന്തു തന്നെ ആയാലും അത് നമ്മുടെ ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. പക്ഷേ സത്യമായിരിക്കണം എന്നോട് പറയുന്നത്. ഹമീദ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആസിഫിന് ടെൻഷൻ ആവാൻ തുടങ്ങി. അയാൾ തുടർന്നു. ആസി, വളച്ചു കെട്ടാതെ നേരെ ചോദിക്കുക. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം എങ്ങനായിരുന്നു? നീയും നൂറയും എങ്ങനായിരുന്നു? ആസിഫിൻ്റെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി. പെട്ടു എന്ന് അവന് മനസ്സിലായി. നീ ടെൻഷൻ ആവണ്ട, ഞാൻ പറഞ്ഞില്ലേ, നീ ഇക്കാര്യം തുറന്നു പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയൊന്നുമില്ല. പറഞ്ഞോ ആസി, നിങ്ങൾ തമ്മിൽ അരുതാത്ത ബന്ധം ഉണ്ടായിരുന്നോ? ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. കാറിനുള്ളിൽ AC ഉണ്ടായിട്ടും ആസിഫ് ഇരുന്ന് വിയർക്കാൻ തുടങ്ങി. മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇനിയാണ് ഈ കഥയിലെ പ്രധാന കാര്യങ്ങളുള്ളത്. ആസി സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നതും എങ്ങനെയാണ് ആ സന്ദർഭം ഉണ്ടായതെന്നും പിന്നീടുള്ള ഹമീദിൻ്റെ പ്രതികരണം എന്താണെന്നൊക്കെ നമ്മുടെ ഓഗസ്റ്റ് സ്പെഷ്യൽ ടെലഗ്രാം ചാനലിലുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അങ്ങനെ ബാക്കി കേൾക്കുക, അഭിപ്രായം അറിയിക്കുക. വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.